ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റായ ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ. ഇവിടെ നമ്മുടെ മുരിങ്ങ നിൽക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ ബൗണ്ടറിയോടെ ചേർന്ന് നിൽക്കുന്ന മുരിങ്ങയാണിത് കേട്ടോ. പക്ഷേ എൻ്റെ ആ ഒരു ബൗണ്ടറിക്കകത്ത് മുരിങ്ങയില്ല നമുക്ക്. അപ്പോൾ എൻ്റെ ബൗണ്ടറിയോടെ ചേർന്ന് നിൽക്കുന്ന മുരിങ്ങയാണ്. അപ്പോൾ മുരിങ്ങയില തോരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഇതിൽ നിന്നങ്ങ് മുരിങ്ങയില പറിക്കും. നമ്മൾ മുരിങ്ങയില പറിക്കുമ്പോൾ ഈ അടിയിലുള്ള ഈ പഴുത്ത മഞ്ഞ ഇല അല്ലെ ഒരു കുറച്ച് മുറ്റിയതൊന്നും പറിക്കരുത്. ഇപ്പോൾ ഈ കുറച്ച് തളം തലയില്ലേ, നമ്മുടെ കുറച്ച് അധികം മൂക്കാത്ത ഇല, അത് നോക്കി വേണം പറിക്കാനും. ഇവിടെ പൂവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ പൂവൊന്നും നമ്മൾ പൊഴിച്ച് കളയുന്നില്ല. അത് മുരിങ്ങ വരാനുള്ള സമയമായിട്ടുണ്ട്. കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പൂക്കളുണ്ട്. മുരിങ്ങയിൽ കുറേ പൂക്കൾ വന്നിട്ടുണ്ട്. മുരിങ്ങയും വരാൻ തുടങ്ങിയിട്ടുണ്ട്. മുരിങ്ങ പൂക്കുന്ന സമയമാണിപ്പോൾ. അറിയാവുന്ന റെസിപ്പിയാണ് എല്ലാവർക്കും. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടി, കുക്കിംഗ് ഒക്കെ ലേൺ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ സ്പെഷ്യലി അവർക്ക് വേണ്ടി. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളുടെ വളരെ ഹെൽത്തിയും ഡിലീഷ്യസുമായിട്ടുള്ള മുരിങ്ങയില തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഓൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ കമൻസുകളും അഭിപ്രായങ്ങളും കമൻസ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻസ് തരാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ സിമ്പിളായിട്ടുള്ള മുരിങ്ങയില തോരൻ, ഹെൽത്തി മുരിങ്ങയില തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുറച്ചും ഫ്രഷ് മുരിങ്ങയില ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ചലന്തിയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഓരോ ഇലകളുണ്ടല്ലോ, ഈ തണ്ട് ഇതിങ്ങനെ ഒന്ന് ഊരിയെടുക്കുക. ഓരോന്നൊന്ന് ഊരിയെടുക്കുക. അപ്പോൾ അതിങ്ങനെ തിരിച്ചൂരിയാലും മതി. നമുക്ക് ആ തണ്ട് അന്നേരം അങ്ങ് കളയാൻ പറ്റും. കംപ്ലീറ്റ് ഒന്ന് നമുക്ക് ഊരിയെടുക്കാം. ഇത് പിന്നെ ഒടിച്ചു കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഈ ഇലയൊന്ന് ഇങ്ങനെ എടുക്കാൻ. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ഇല ഊരിയെടുക്കാൻ പറ്റും. തണ്ട് ഊർന്നു വരത്തില്ല. മുറ്റിയ ഇല എടുക്കാതിരിക്കുക. ഞാൻ വളരെ കിളുന്ത ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇത് ഒരു വെള്ളം ഊർന്നു പോകത്തക്കോണമുള്ള ഒരു പാത്രത്തിലോട്ട് ഇടുക. പെട്ടെന്ന് വെള്ളം അങ്ങ് പോയി കിട്ടുമല്ലോ. ഇതൊരിക്കലും മുരിങ്ങയില പലരും പറയാറുണ്ട് മുരിങ്ങയില വച്ചപ്പം കയ്പായിരുന്നു എന്ന്. മുരിങ്ങയില തോരൻ ഒട്ടും കയ്പില്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. മുരിങ്ങയില കഴുകിയിട്ട് അരിയാവും. അരിഞ്ഞിട്ട് കഴുകരുത് കേട്ടോ. അപ്പം അരിഞ്ഞിട്ട് കഴുകുന്നത് കൊണ്ടാണ് അത് ആ ഒരു കയർപ്പ് ചെറുതായിട്ട് വരും. വെള്ളം ഒന്ന് വാർന്നു കഴിഞ്ഞിട്ട് ഈ മുരിങ്ങയില നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരുപാട് അങ്ങ് ഫൈനായിട്ട് അരിയണ്ട. ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് അരിഞ്ഞെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, അരിഞ്ഞു കഴിഞ്ഞ് കഴുകരുത്. അപ്പോഴാണ് മുരിങ്ങയില തോരന് കയ്പ്പ് വരിക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന്, ഒരുപാട് അങ്ങ് ചിലരൊക്കെ ഇതൊന്നും അരിയൊന്നും ചെയ്യാതെ വെറുതെ അങ്ങ് പുഴുങ്ങിയെടുത്തിട്ടാണേലും കഴിക്കും. കാരണം അത്ര ഹെൽത്തി ആണല്ലോ. അപ്പം ഞാനിത് ഇങ്ങനെ ഒന്നൊന്ന് അരിയും, ചെറുതായിട്ട് ചീരയൊക്കെ അരിയുന്ന പോലെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ടൊന്ന് അരിഞ്ഞാൽ മതി. അപ്പം നമുക്കത് അരിഞ്ഞെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്ര ചെറുതായിട്ട് വേണേലും ഇത് അരിഞ്ഞെടുക്കാം കേട്ടോ. കാരണം ഒന്നിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് അരിഞ്ഞാൽ മതി. അപ്പം നമുക്ക് ഈ ഇലയെല്ലാം കംപ്ലീറ്റ് ഒന്ന് അരിഞ്ഞങ്ങ് എടുക്കാം. ഓക്കെ, ഇനി നമുക്ക് തോരന് അരപ്പ് ചതച്ചെടുക്കണം. അതിനായിട്ട് വേണ്ടത് ഒരു എരിവുള്ള 2 പച്ചമുളക്, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിടി തേങ്ങ. ഇപ്പം ഞാൻ കുറച്ചല്ലേ എടുത്തിരിക്കുന്ന ഇല, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ചാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. തേങ്ങയുടെയൊക്കെ അളവ് പറയുന്നില്ല. അത് എത്ര ഇലയുണ്ടോ അതനുസരിച്ച് എടുത്തോളൂ. ഇപ്പോൾ ഇവിടെ നല്ല ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല. ഇനി തേങ്ങ കഴിക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഈ തോരൻ വെക്കുമ്പോൾ തേങ്ങ ഇടാതെ വേണേലും വെക്കാം. അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ തേങ്ങ ഉപയോഗിച്ചാലും മതി. ഓക്കെ, ഒരു 4-5 ചുമന്നുള്ളി ഷാലറ്റ്, ഒരു 3-4 വെളുത്തുള്ളി അല്ലി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഓക്കിലിയിലിട്ടാണ് ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കാൻ പോകുന്നത്. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. ഞാൻ
ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി കിടക്കുകയാണ്. അതിലോട്ട് ഒരു 1 ടീസ്പൂൺ അല്ലെങ്കിൽ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കഴിക്കാൻ പറ്റാത്തവർക്ക് 1 ടീസ്പൂൺ ഒഴിച്ചാലും മതി. ഇതിലോട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും കൂടെ പൊട്ടിക്കാം, അല്ലെങ്കിൽ അരി പൊട്ടിക്കാം. ഞാനിപ്പം ഇതൊന്നും പൊട്ടിക്കുന്നില്ല, അപ്പം അതുകൊണ്ട് ഞാൻ കടുക് മാത്രമേ പൊട്ടിക്കുന്നുള്ളൂ. നിങ്ങൾ ഇതിനകത്ത് കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നും കൂടെ പൊട്ടിക്കുവാണെങ്കിൽ ഈ തോരന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാനത് അവോയ്ഡ് ചെയ്യുന്നത് നമ്മുടെ പ്രോബ്ലം കൊണ്ടാണ്. ഞാൻ എപ്പോഴും സാധാരണ പൊട്ടിക്കാറുള്ളതാണ്. നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ഒന്നുകിൽ കടലപ്പരിപ്പിടാം, അല്ലെങ്കിൽ ഉഴുന്ന് പരിപ്പിടാം. ചിലർ അരി പൊട്ടിച്ചും ഇടാറുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കൂടെ ചതച്ചത് അതൊന്ന് സെപ്പറേറ്റ് ചതച്ചെടുക്കുക. അതങ്ങ് ഇട്ട് കൊടുക്കുക. തേങ്ങയുടെ കൂടെ ഇട്ട് ചതച്ചില്ല. ഇളക്കുക. ഫ്ലെയിം വളരെ ലോയിൽ വെക്കുക, കൂട്ടി വെക്കരുത്. ഒരു മിനിറ്റ് ഇതൊന്ന് വഴറ്റിയിട്ട് വേണം നമുക്ക് തേങ്ങയും മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കാൻ. ചെറുതായിട്ട് തിരുമിയ തേങ്ങയാണെന്നുണ്ടെങ്കിൽ അത് ചതക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴണ്ടിട്ടുണ്ട്, പച്ചമണം മാറി. ഇനി ഈ തേങ്ങയും മഞ്ഞളും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിയായിട്ട് അതുകൊണ്ടാണ്. ഇതൊന്ന് പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഈ ഇലയങ്ങ് ഇട്ട് കൊടുക്കാം. ഈ ഇല ഇട്ടിട്ട് നമുക്കത് ഉടനെ അങ്ങ് ഇളക്കണ്ട. അതൊന്ന് നമുക്ക് തട്ടിപ്പൊത്തി ഒന്ന് വെക്കുക. ഇതിൻ്റെ പുറത്ത് ഒരൽപ്പം ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇല വർഗ്ഗങ്ങൾക്ക് ഉപ്പ് കൂടി പോകരുത്, അപ്പം കുറച്ച് ഉപ്പിടുക. അപ്പോൾ ആ അരപ്പ് നമുക്കിപ്പോൾ ഒന്ന് ഇളക്കണ്ട, ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് പിന്നീട് ഇളക്കാം. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. പാനിൽ പിടിക്കാതിരിക്കാൻ ഒരല്പം വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ഇച്ചിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. ആദ്യം വളരെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് അടിയിലൊന്നും പിടിക്കരുത്. അത് കഴിഞ്ഞ് ഒന്ന് ചിക്കി കൊടുക്കാം കുറച്ച് നേരം. ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തോരനിവിടെ ഒന്ന് ചിക്കി കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിലായതുകൊണ്ട് അങ്ങനെ പിടിക്കത്തൊന്നുമില്ല. നിങ്ങൾ മറ്റേതെങ്കിലും പാത്രമോ പാനോ ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാതെ വെള്ളം തളിച്ച് കൊടുക്കാതെ ഒഴിക്കരുത് വെള്ളം. ഇത് നമുക്ക് ഒരല്പം നേരം കൂടി ഇങ്ങനെ ചിക്കി കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടി ഇങ്ങനെ ചിക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. അടിയിൽ പിടിക്കാതെ ചിക്കി കൊടുക്കണം. ഇത് ഈ ഇലയ്ക്ക് വേവുണ്ട്, മുരിങ്ങ ഇലയ്ക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് വേവത്തില്ലത്. അപ്പം നമുക്കിങ്ങനെ ചിക്കി കൊടുത്ത് നമ്മളൊന്ന് ശരിയാക്കി എടുക്കാം. ഉപ്പൊക്കെ നോക്കുക, ആവശ്യമാകുന്നുണ്ടെങ്കിൽ ചേർക്കുക. അങ്ങനെ നമ്മുടെ തോരൻ ചിക്കി കൊടുത്തു. 5 മിനിറ്റ് കൂടി തോരൻ റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പോൾ നമ്മളുടെ വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഉണ്ടാക്കി നോക്കുക. അറിയാവുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും കഴിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. മുരിങ്ങയ്ക്കായും മുരിങ്ങയിലയും ഒരുപാട് ഹെൽത്തിയാണ്. അപ്പം നമ്മളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഒരുപാട് ഹെൽത്തിയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.